ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ദേശത്തോടൊപ്പം പ്രവർത്തിക്കുമെന്ന് അതിഷി गुस्सा है, भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे अपने भाई अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री देखना चाहते हैं. അതിഷിക്കെതിരായ വിമർശനത്തിൽ സ്വാതി മാലിവാളിനോട് രാജി ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതി വിധി കേസിൽ വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് 7.5 വർഷത്തിന് ശേഷം. അതിജീവിതയ്ക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉമാ തോമസ് MLA. കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മരിച്ചത് വയനാട് സ്വദേശിയും കേരള വിഷൻ ടെക്നീഷ്യനുമായ ധനേഷും കുടുംബാംഗങ്ങളും. അപകടം ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച്. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ. ബുൾഡോസർ രാജ് വിലക്കി സുപ്രീം കോടതി. ഒക്ടോബർ 1 വരെ കോടതി അനുമതിയില്ലാതെ വീടുകൾ പൊളിക്കരുത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്നും കോടതി. ഉത്തരവ് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പൊളിക്കലിനെതിരായ ഹർജികളിൽ. നിപ്പ ജാഗ്രതയിൽ മലപ്പുറം. രോഗബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളവരുടെ പട്ടികയിൽ 32 പേർ. സമ്പർക്ക പട്ടികയിൽ 265 പേരെന്നും ആരോഗ്യമന്ത്രി. മലപ്പുറത്ത് UAE-യിൽ നിന്നെത്തിയ യുവാവിന് കുരങ്ങുപനി ലക്ഷണം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ചൈനയെ തോൽപ്പിച്ചത് 1 ഗോളിന്. ഇന്ത്യയുടെ 5ാം കിരീട നേട്ടം ജുഗ്രാജ് സിംഗിന്റെ ഗോളിൽ. പുരുഷ വനിതാ ടീമുകൾക്ക് 2020 ലോകകപ്പ് സമ്മാനത്തുക തുല്യമാക്കി ICC. ഇന്നത്തെ ദിവസം അതിഷി മർലേന എന്ന സ്ത്രീയുടെ ദിവസമാണ്. രാജ്യ തലസ്ഥാനത്തെ ഇന്ദ്രപ്രസ്ഥത്തെ ഭരിക്കാൻ പോകുന്നത് ഒരു വനിതയാകുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അതിഷി മർലേന എന്ന വനിത ഡൽഹി മുഖ്യമന്ത്രിയാകും ആം ആദ്മി പാർട്ടിയിലൂടെ. ഇന്ന് രാവിലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അരവിന്ദ് കെജ്രിവാൾ നിലവിലെ ഡൽഹിയുടെ മുഖ്യമന്ത്രി ഗവർണർ VK സക്സേനയ്ക്ക് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താൻ രാജിവെക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള രാജിക്കത്ത് കൈമാറി.